പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ നുണക്കുഴി കണ്ടവരാണെന്നൊന്നും എനിക്കറിയില്ല. കണ്ടതാണോ? അല്ല, ശരി. അപ്പോൾ ജിത്തു ജോസഫ് എന്തായാലും വെറുതെ ഒരു സിനിമ എടുക്കില്ല. അത് മലയാളികൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഓരോരോ പ്രത്യേകതകളുണ്ട്. നേരെന്ന് പറഞ്ഞ സിനിമയിൽ ഞാനില്ലായിരുന്നു. അപ്പം ഈ ഷൂട്ടിംഗ് നടക്കുമ്പം നേരിൻ്റെ ട്രെയിലർ എന്നെ ജിത്തു ജോസഫ് കാണിക്കുകയുണ്ടായി. എന്നോട് ചോദിച്ചു, കൊള്ളാമോ? ഞാൻ പറഞ്ഞു, ട്രെയിലറൊക്കെ കണക്ക് തന്നെ, പക്ഷേ ജിത്തു ജോസഫ് വെറുതെ ഒരു സിനിമ എടുക്കില്ല എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സിനിമ ഒരു വിജയമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ജിത്തു ജോസഫിനോട് പറഞ്ഞു. കറക്റ്റായിട്ട് വന്നു. അതുപോലെ തന്നെ നുണക്കുഴിയും മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഫാമിലി. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നുണ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ 99% ആൾക്കാർ ഇത് കാണേണ്ടി വരും. അതുകൊണ്ട് നുണക്കുഴി എന്നുള്ള സിനിമ കാണണം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത്. കൊള്ളാമെങ്കിലേ ഞാൻ കൊള്ളാമെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും കൊള്ളില്ല എന്ന്. നിങ്ങൾ കാണരുതെന്ന് ഞാൻ തന്നെ പറയും. അപ്പോൾ ഇത് കൊള്ളാം. 2 മണിക്കൂർ 5 മിനിറ്റ് നന്നായിട്ട് ചിരിക്കാനുള്ള വകയൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ നായകനെ നിങ്ങൾക്കറിയാമല്ലേ, ഇപ്പം കുടുംബ പ്രേക്ഷകരുടെ പയ്യനാണ് ബേസിൽ. ബേസിൽ പൊളിച്ചിട്ടുണ്ട് പടത്തിൽ. ഈ വേറൊരു പ്രത്യേകത, ബേസിൽ ചെയ്ത റോള് മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് ബേസിലിൻ്റെ പ്രത്യേകത. ബേസിലിന് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം. കൊടുക്കുന്ന കാശ് മുതലാണ്, ഞാനൊരു ഗ്യാരണ്ടിയാണ്. പിന്നെ കണ്ടിട്ട് കൊള്ളൂല എന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാൻ പൈസ തിരിച്ചു തരില്ല, അത് വേറെ കാര്യം. അപ്പോൾ ശരി, കാണാം.